evaluate integral 0 to 1 integral y to 1 x by x square plus y square dx dy by reversing the order of integration. അപ്പൊ നമുക്ക് പുറമെ കിടക്കുന്നത് ഏതാണ്? dy ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? y changes from 0 to 1 ആണ്. x ചേഞ്ച് ചെയ്യുന്നത് x equal to y തൊട്ടിട്ട് x equal to 1 വരെയാണ് എന്ത് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. y equal to 0 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ x ആക്സിസ് ആണ്. y equal to 1ൽ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് y equal to 1 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, x equal to y, that is like something this. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ y equal to x എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ. കാരണം 1 1 2 2 അങ്ങനത്തെ പോയിന്റ്സിലാണ് അത് ടച്ച് ചെയ്യുക. ഇനി x equal to 1 വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതിൽ കൂടെ കടന്നു പോകും. ഇതാണ് x equal to 1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടിയ റീജിയൻ എന്ന് പറയുന്നത് ഏത് റീജിയൻ ആയിരിക്കും? ഈ ഒരു റീജിയൻ ആണ് നമുക്ക് വരുന്നത് അല്ലെ? y equal to 0, x equal to 1, y equal to x and y equal to 1. ഈ ഒരു റീജിയൻ വന്നു. ഓക്കെ, ഈ ഒരു റീജിയൻ വരുന്നപ്പോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം y-നെ ഇപ്പൊ തന്നിട്ടുള്ള ഇക്വേഷൻ വെച്ച് നോക്കിയിട്ട് y-യുടെ ഈ സൈഡും x ഇവര് ഇങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. എന്നാലല്ലേ x equal to y തൊട്ടിട്ട് x equal to 1 ഉള്ള ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഈ ഓർഡർ മാറ്റണം, തിരിച്ചുള്ള ഓർഡർ ആക്കണം. ഓക്കെ, അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. എക്സ് ഇവിടെ എന്താണ്? x equal to 0 ആണ്. ഈ ലൈൻ x equal to 1 ആണ്. അപ്പൊ നിങ്ങളുടെ x എന്താ ചേഞ്ച് ചെയ്യുന്നത്? x is changing from 0 to 1. ഇനി y ചേഞ്ച് ചെയ്യുന്നത് y equal to 0 ആണ്. ഇവിടെ എന്താ? y equal to x ആണ്. നിങ്ങളുടെ y ചേഞ്ച് ചെയ്യുന്നത് y equal to 0 to x ആണ് ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? ഇന്റഗ്രൽ ഓഫ് 0 to x, ഇന്റഗ്രൽ ഓഫ് 0 to 1 കോൺസ്റ്റന്റ് ഉള്ളത് പുറമെ എഴുതാം. ഇന്റഗ്രൽ ഓഫ് 0 to x x by x square plus y square dy dx അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഇന്റഗ്രേഷൻ അറിയണ്ടേ? ആദ്യം y വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ 1 by ഇന്റഗ്രൽ ഓഫ് 1 by x square plus a square എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by a tan inverse of x by a ആണ്. പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുപോലെയല്ലേ ഇത്? x കോൺസ്റ്റന്റ് പോലെയല്ലേ? ഇന്റഗ്രൽ ഓഫ് 0 to 1 x കോൺസ്റ്റന്റ് ആണ്, കാരണം y-നെ വെച്ച് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വന്നത്, ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ്? x അല്ലേ? x സ്ക്വയർ എന്നുള്ള കാരണം. അപ്പൊ എന്തെന്നാണ്? 1 by x tan inverse of y by x 0 to x dx അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to 1 x into, നിങ്ങൾ വാല്യൂ അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് 1 by x tan inverse of y ഉള്ളവർക്കൊക്കെ x കൊടുക്കാനാണിത്. അപ്പൊ x by x minus 1 by x tan inverse of 0 എന്ന് വരും. ഓക്കെ, dx. അപ്പൊ എന്തെന്നാ വരിക? that is equal to integral of 0 to 1 x into 1 by x into tan inverse of x by x എന്ന് വെച്ചാൽ 1 minus tan 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ് dx. ഓക്കെ, x get cancel. tan inverse of 1 എന്താ? pi by 4 ആണ്. ഓക്കെ, pi by 4 into dx എന്ന് കിട്ടും. that is equal to pi by 4 into dx-നെ ഇന്റഗ്രേറ്റ് ചെയ്ത x എന്ന് കിട്ടി. വാല്യൂ കൊടുക്കുക, 0 to 1 കൊടുത്തു. then pi by 4 into 1 minus 0 എന്ന് കിട്ടും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ then the answer will be pi by 4. okay